ഫ്രാക്ഷൻസ് എത്ര മുന്നോട്ട് പോയാലും, എത്ര വലിയ ക്ലാസ്സിലുള്ള ആളാണെങ്കിലും, എത്ര ചെറിയ ക്ലാസ്സിലുള്ള ആളാണെങ്കിലും നമ്മൾ വിട്ടുപോകാത്ത ഒരാളാണ് അല്ലേ ഫ്രാക്ഷൻസ്. അപ്പോൾ ഫ്രാക്ഷൻസ് എല്ലാവർക്കും അറിയെങ്കിൽ കൂടി നമുക്കൊരു കൺഫ്യൂസിങ് ആക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. ഇതിന്റെ ഓപ്പറേഷൻസ് എത്ര പഠിച്ചാലും എന്നാലും ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളിലുണ്ടാവും. സോ ഈ ഒരു കൺഫ്യൂഷൻ ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ മാറ്റാൻ പോവാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാക്ഷൻസിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ആണ്. ഓക്കെ, ദെൻ ദ ഫസ്റ്റ് വൺ 3/4 പ്ലസ് 2/4 അഡീഷൻ ആണ് നോക്കുന്നത്. അതിൽ നമ്മളുടെ ഡിനോമിനേറ്റർ ഛേദങ്ങൾ സെയിം ആവുന്ന കേസാണ് നമ്മൾ നോക്കുന്നത്. നമ്മളുടെ അഡീഷനിൽ, ഫ്രാക്ഷൻസിന്റെ അഡീഷനിൽ ഡിനോമിനേറ്റർ സെയിം ആവുന്ന കേസ് നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുക? ഒരു പണിയുമില്ല. എന്ത് ചെയ്യും? നമ്മളുടെ ഈ മുകളിലത്തെ ന്യൂമറേറ്റേഴ്സ് ഇല്ലേ, അവന്മാരെ തമ്മിൽ കൂട്ടും. 3ഉം 2ഉം കൂട്ടിയാൽ എത്രയാണ്? 5 ആണ്. 5 എഴുതുന്നു. താഴെ എന്താണോ നിങ്ങളുടെ ഡിനോമിനേറ്റർ ഉള്ളത് അത് എഴുതുന്നു. 5/4 ആയിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ. ഇനി അടുത്ത് നോക്ക്, 5/6 പ്ലസ് 2/6 എന്തായിരിക്കും ചെയ്യുക? ഒരു പണിയുമില്ല അല്ലെ. 6 ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആണെന്ന് നിങ്ങൾ കണ്ടോ? ഒരു പണിയുമില്ല. മുകളിലത്തെ രണ്ടാൾക്കാരെ കൂട്ടുന്നു, താഴെ ആ ഡിനോമിനേറ്റർ ഇട്ട് കൊടുക്കുന്നു. 5ഉം 2ഉം കൂട്ടിയാൽ 7 ആണ്. 7 6 ഇട്ട് കൊടുക്കുന്നു. ഇനി അടുത്തത് 3/2 പ്ലസ് 7/2 എന്താ അവിടെ? ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. എന്ത് ചെയ്യുന്നു? മുകളിലത്തെ രണ്ടാളെ ജസ്റ്റ് കൂട്ടുന്നു. 3ഉം 7ഉം കൂടെ കൂട്ടിയാൽ 10 ആണ്. ഡിനോമിനേറ്റർ ജസ്റ്റ് എഴുതി കൊടുക്കുന്നു. 10/2 എത്രയാടാ? 5 ആയിരിക്കും നമ്മളുടെ ആൻസർ. സിമ്പിൾ കാര്യമാണ് അല്ലെ. യെസ്. അടുത്ത നോക്ക്, ഇനിയിപ്പോ ഡിനോമിനേറ്റർ സെയിം അല്ല. ഡിനോമിനേറ്റർ സെയിം ആവുമ്പോൾ സിമ്പിൾ കാര്യമാണ് അല്ലെ. ഇനി ഡിനോമിനേറ്റർ സെയിം അല്ല എങ്കിൽ നിങ്ങൾ എന്താടാ ചെയ്യുക? വലിയ പണിയൊന്നുമില്ല. നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. അതായത് 3ഉം 3ഉം ക്രോസ് ആയിട്ട് വരുന്ന ആരൊക്കെയാണ്? ഇവനും ദിവനുമാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇവിടുന്ന് തുടങ്ങുന്ന ക്രോസ് ഇല്ലേ, 3 × 3, അത് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 3. ഇനി അടുത്തത് രണ്ടാമത്തെ ക്രോസ് ഇല്ലേ, 4ഉം 2ഉം, അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി ഇവരുടെ നടുവിൽ ആരാ ഉള്ളത്? ഇവരുടെ നടുവിലുള്ള ആള് എന്ന് പറയുന്നത് പ്ലസ് ആണ് അല്ലെ. നടുവിലുള്ളത് പ്ലസ് ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ നടുവിൽ പ്ലസ് ഇട്ട് കൊടുക്കുന്നു. ബൈ എന്താണോ താഴെ ഉള്ളത് അവന്മാരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 × 3. ഒന്ന് എഴുതി നോക്കിയേ. 3 × 3 9 ആണ്. പ്ലസ് 4 × 2 8 ആണ്. ഡിവൈഡഡ് ബൈ 4 × 3 എന്ന് പറയുമ്പോൾ 12 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 8ഉം 9ഉം 17 വരും. 17/12. സിമ്പിൾ. ഇനി അടുത്തത് 5/6 പ്ലസ് 2/3 എങ്ങനെയാ ചെയ്യാ? ഇതുപോലെ ചെയ്ത് നോക്ക്. 2 ക്രോസ് അങ്ങ് വരച്ചു കൊടുക്കുക. ആദ്യത്തെ ക്രോസ് 5 × 3, രണ്ടാമത്തെ ക്രോസ് 2 × 6. നടുവിൽ ആരാ ഉള്ളത്? പ്ലസ് ആണുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കുന്നു. ബൈ താഴെ ആരൊക്കെയാണുള്ളത്? 6ഉം 3ഉം ആണ്. അപ്പൊ 6 × 3 ചെയ്യുന്നു. സിമ്പിൾ. എത്രയാണ് വരിക? 5 × 3 15 ആണ്. പ്ലസ് 2 × 6 12 ആണ്. ഡിവൈഡഡ് ബൈ 6 × 3 എന്ന് പറയുമ്പോൾ 18 ആണ് അല്ലെ വരിക. അപ്പൊ 15 × 12 എന്ന് പറയുമ്പോൾ 27 വരും. 27/18. ഇതിനെ നിങ്ങൾക്ക് ഇനിയും ചെറുതാക്കാം. അത് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നു. യെസ്. ഇനി അടുത്തത് 3/5 പ്ലസ് 1/2 എങ്ങനെയാ ചെയ്യാ? ക്രോസ് അങ്ങ് വരയ്ക്കുന്നു. 3 × 2 ചെയ്യുന്നു ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അടുത്ത ക്രോസിലുള്ളത് 1 × 5 ചെയ്യുന്നു. ഇവന്മാർ രണ്ടാളെയും കൂട്ടുന്നു. ബൈ എന്താണോ താഴെ ഉള്ളത് അവന്മാരെ ചെയ്യുന്നു. 5 × 2. സിമ്പിൾ. എന്താടാ വരിക? 3 × 2 6 ആണ്. പ്ലസ് 1 × 5 5 ആണ്. ഡിവൈഡഡ് ബൈ 5 × 2 എന്ന് പറയുന്നത് എത്രയാടാ വരിക? 10 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 11/10 ആയിരിക്കും അല്ലേ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് അഡീഷൻ ചെയ്യുക. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ നമ്മളുടെ എന്ത് ചെയ്യും? മുകളിലത്തെ രണ്ടാളെയും കൂട്ടുന്നു. ഡിനോമിനേറ്റർ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നു. ഇനി അടുത്തത് ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യത്തെ ക്രോസ് ഗുണിക്കുന്നു, അടുത്ത ക്രോസ് ഗുണിക്കുന്നു, അവന്മാർ രണ്ടാളെയും കൂട്ടുന്നു. ഡിവൈഡഡ് ബൈ എന്താണോ താഴെയുള്ള ആ ഡിനോമിനേറ്റേഴ്സ് അവന്മാരെ തമ്മിൽ ഗുണിക്കുന്നു. അത്രയേ ഉള്ളൂ പരിപാടി. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഡീഷൻ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ആൾ ആരാണ്? അടുത്ത ആൾ എന്ന് പറയുന്നത് നമ്മുടെ സബ്ട്രാക്ഷൻ ആണ് അല്ലെ. സബ്ട്രാക്ഷനും ഇതുപോലെ തന്നെ നമ്മളുടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി വരുന്ന കേസിൽ നിങ്ങൾ എന്ത് ചെയ്യും? മുകളിൽ ഇവിടെ മൈനസ് ആയതുകൊണ്ട് മുകളിലുള്ള രണ്ടാൾക്കാർ തമ്മിൽ കുറയ്ക്കുക ചെയ്യുക. 3ന്ന് 2 കുറച്ചാൽ 1 അല്ലേ വരിക. 1/4 ആയിരിക്കും ആൻസർ. 5ന്ന് 2 കുറച്ചാൽ 6 ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ എന്ത് ചെയ്യും? 5ന്ന് 2 പോയാൽ എത്രയാ വരിക? 3 ആണ് വരിക അല്ലെ. 3/6 ആയിരിക്കും. 3/6 വേണമെങ്കിൽ ചെറുതാക്കി എഴുതാം. നമ്മളെപ്പോഴും ഫ്രാക്ഷൻസിന്റെ കുഞ്ഞു ഫോമിലാണ് അല്ലെ. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുക. ഇതിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇതിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്ത് കിട്ടും? 1/3
3/6 എന്ന് പറയുന്നത് പോയോ, 3/6 എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. അടുത്തത് 7/2 മൈനസ് 3/2 എന്താണ്? നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. എന്ത് ചെയ്യുന്നു? ജസ്റ്റ് സിമ്പിൾ 7 - 3 4 ആണ്. 4/2 4/2 എന്ന് പറയുന്നത് 2 ആയിരിക്കും ആൻസർ. സിമ്പിൾ അല്ലേ? അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മുടെ സബ്ട്രാക്ഷനും വെരി സിമ്പിൾ അല്ലേ? ഇനി അടുത്തത് നമ്മുടെ ഡിനോമിനേറ്റർ സെയിം അല്ലാത്ത കേസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതിയേ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിൾ, നമ്മളുടെ ക്രോസ് അങ്ങോട്ട് വരയ്ക്കുന്നു. ആദ്യത്തെ ക്രോസിൽ ആരാ ഉള്ളത്? 3 × 3 ആണ് അല്ലെ, അത് ചെയ്യുന്നു. അടുത്ത ക്രോസിൽ ആരാ ഉള്ളത്? 2 × 4 ആണുള്ളത് അല്ലെ. ഇവിടെ നടുവിലുള്ളത് മൈനസ് ആയതുകൊണ്ട് ഞാൻ ഇവരെ മൈനസ് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ 4 × 3 ചെയ്യുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെയാണടാ, ഒരൊറ്റ മാറ്റേ ഉള്ളൂ, മൈനസ് ആവുന്നേ ഉള്ളൂ അല്ലേ. ഇനി നോക്ക് 3 × 3 9 ആണ്. 9 - 4 × 2 8 ആണ്. ബൈ 4 × 3 12 ആണ്. 1/12 ആയിരിക്കും ആൻസർ. ഇനി അടുത്ത ചെയ്തു നോക്ക്. അടുത്തത് ദാ 5 2 ക്രോസ് വരയ്ക്കുന്നു. ആദ്യത്തെ ആരാണ്? 5 × 3 ആണ്. യെസ്. അടുത്ത ആരാണ്? 2 × 6 ആണ്. ഇവന്മാർ രണ്ടാളെ എന്താ ചെയ്യേണ്ടത്? മൈനസ് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ 6 × 3 ആയിരിക്കും. ദെൻ 5 × 3 എന്ന് പറയുമ്പോൾ 15 മൈനസ് 2 × 6 എന്ന് പറയുമ്പോൾ 12. ദെൻ 6 × 3 എന്ന് പറയുമ്പോൾ 18. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 - 12 എന്ന് പറഞ്ഞാൽ എത്രയാടാ വരിക? 3 ആണ്. 3/18 വരും അല്ലേ. ഇതിനെ ഇനിയും ചെറുതാക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കാം കേട്ടോ. നിങ്ങൾക്ക് വിട്ടു തന്നു ചെറുതാക്കൽ നിങ്ങൾക്ക്. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കിയടാ ലാസ്റ്റ് 1 3/5 മൈനസ് 1/2 അത് എത്രയാന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. സോ ഈ ഒരൊറ്റ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരൊറ്റ കാര്യം മാത്രമാണ്. എന്താണ്? നമ്മളുടെ ഫ്രാക്ഷൻസിനെ എങ്ങനെയാണ് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മളുടെ ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും മാത്രമല്ല അല്ലേ, നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യും കൂടി ചെയ്യുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും ചെയ്യുക? അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുവരേക്കും ബൈ. അതിൻ്റെ കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ദെൻ ബൈ ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.